നെരിപ്പോടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്തതും അധികം ആരും മനസ്സിലാക്കാത്തതുമായ മറന്നുപോയതൊക്കെയായ ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നാം പലപ്പോഴും കേൾക്കുന്ന വലിയ മഹാന്മാരുടെ അവരുടെ വലിയ പ്രവൃത്തികളൊക്കെ ഉള്ള കഥകളൊക്കെയാണല്ലേ, പൗലോസ്, മോശെ, ദാവീദ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കാണാതെ പോകുന്ന ചില സൈലന്റ് കക്ഷികളൊക്കെ ഉണ്ട് ബൈബിളിൽ. അവർ ദൈവത്തെയും സമൂഹത്തെയും സഭയെയും വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ ശുശ്രൂഷിച്ചവരാണ്. അങ്ങനെ ഒരാളാണ് എപ്പഫ്രോദിത്തോസ്. പുതിയ നിയമത്തിലെ ചില വാക്യങ്ങളിൽ മാത്രം സൂക്ഷ്മമായി പരാമർശിച്ചിരിക്കുന്ന ഒരു കക്ഷി. പക്ഷേ അവരിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ പേര് പോലും ഓർക്കുന്നത് കുറവാണ്. അവന്റെ മനസ്സ്, അവന്റെ സ്നേഹം, വിശ്വാസം, ത്യാഗം, ഇവയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പഫ്രോദിത്തോസ് ഫിലിപ്പിയ സഭയിലെ വിശ്വസ്തനായ ഒരു അംഗമായിരുന്നു. ഒരു സാധാരണ വിശ്വാസി എന്ന് തോന്നാമെങ്കിലും അവൻ ചെയ്തൊന്നും സാധാരണ കാര്യമല്ല. പൗലോസ് ജയിലിലായിരുന്ന സമയത്ത് പൗലോസ് അവനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്: എൻ്റെ സഹോദരൻ, സഹപ്രവർത്തകൻ, സഹസൈനികൻ എന്നൊക്കെയാണ്. ഇത് വളരെ വലിയൊരു ഇൻട്രോയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്നുമല്ല, അവന്റെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നിന്റെ ഒപ്പം ഉണ്ട്, ഞാൻ നിന്റെ കൂടെ നിൽക്കാം, ഞാൻ നിന്നെ പിന്തുണയ്ക്കാം എന്നൊക്കെ പറയുന്ന എപ്പഫ്രോദിത്തോസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അവന്റെ സേവനം വളരെ സിമ്പിൾ ആയിരുന്നിട്ടും അത്രയധികം മഹത്തരമായിരുന്നു. പൗലോസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സഭയുടെ പ്രതിനിധിയായി യാത്ര ചെയ്ത് ഒരു വലിയ അധികാര സ്ഥാനമോ വലിയ പ്രശസ്തിയോ ഒന്നും ഇല്ലാതെ അഭിഷിക്തന്റെ വിശ്വാസത്തോട് ചേർന്ന് നിന്ന് പൗലോസിന്റെ വേദനകൾ പങ്കുവച്ച് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറായി. ഇവിടെ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയോ? അവന്റെ ജീവിതം തന്നെ അപകടത്തിലാക്കിയാണ് അവൻ ഇതൊക്കെ ചെയ്തത്. ജയിലിൽ കിടക്കുന്ന ഒരാളെയാണ് സന്ദർശിക്കാൻ പോകുന്നത്. പൗലോസിനോടൊപ്പം സേവനത്തിന്റെ ഇടയ്ക്ക് അവന്റെ ആരോഗ്യവും ക്ഷീണവും ഒക്കെ അവൻ അവഗണിച്ച് ഞാൻ നിന്റെ വേദനയിൽ പങ്കാളിയാവണമെന്ന ഒരാഗ്രഹം കൊണ്ട് അവൻ യാത്ര ചെയ്തു. അസുഖമായിരുന്നിട്ട്, ഫിലിപ്പ് ലേഖനം വായിക്കുമ്പോൾ കാണാം, അവൻ അസുഖമായിരുന്നിട്ട് അവന്റെ വേദനകളെ പങ്കുവെക്കാതെ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പൗലോസിന്റെ പല ലേഖനങ്ങളും സഭയ്ക്ക് കിട്ടിയത് ഈ വലിയ മനുഷ്യന്റെ സാഹസമാണ്. അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയമാണ് എന്ന് പറയുന്നത്. ഒട്ടും സ്വാർത്ഥതയില്ലാത്തൊരു ശുശ്രൂഷ നാം എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു പാഠം. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടാവും, നിങ്ങൾക്ക് തോന്നാറുണ്ടാവും, ഞാനൊരു ചെറിയ ആളാണ്, എൻ്റെ ശുശ്രൂഷയൊന്നും വലിയ ദൈവത്തിന് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഈ മനുഷ്യന്റെ പാഠം കണ്ണു തുറപ്പിക്കുന്ന ജീവിതമാണ്. പ്രസിദ്ധനാവാനോ പദവിക്ക് വേണ്ടിയോ ഒന്നുമല്ല, സ്നേഹത്തിനും വിശ്വാസത്തിനും വേണ്ടി മാത്രം, ദൈവം മാത്രം കാണുന്ന ശുശ്രൂഷ. ഇന്നും നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള നെരിപ്പോടുകളൊക്കെ ഉണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഒരാളുടെ മനസ്സിലെ ദുഃഖം പങ്കുവെച്ച് അയാളുടെ വേദനയിൽ കരുതലോടെ ശാന്തമായി നിശബ്ദമായി ശുശ്രൂഷിക്കുന്ന ചിലർ. നമ്മുടെ സമൂഹത്തെയും സഭയെയും ദൈവരാജ്യത്തെയും ഒക്കെ വളർത്തുന്ന മിറക്കിൾസ് ആണ് ഇങ്ങനെയുള്ള ആളുകൾ. ഇനി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കി നമ്മളോട് തന്നെ ചോദിക്കാം, എവിടെയാണ് ഞാൻ ഒരു എപ്പഫ്രോദിത്തോസ് ആകേണ്ടത്? ചെറിയ സാക്രിഫൈസുകൾ കൊണ്ട് എങ്ങനെ വലിയ അനുഗ്രഹമാകാൻ പറ്റും? ദൈവത്തിന്റെ കണ്ണിൽ മാത്രം പെടുന്ന നിശബ്ദമായ ശുശ്രൂഷകരായി ജീവിക്കുന്ന എന്നെയോ നിന്നെയോ ഒക്കെ ദൈവം അറിയുന്നു, അവൻ കാണുന്നുണ്ട്. ഒരു ചോദ്യം: എവിടെയാണ് എനിക്ക് ശാന്തമായി ശുശ്രൂഷിക്കാൻ കഴിയുന്നത്? എവിടെയാണ് എൻ്റെ ചെറിയ സാക്രിഫൈസ് ഇടാൻ പറ്റുന്നത്? ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കൈമാറി കൊടുക്കേണ്ടുന്ന അനുഗ്രഹമായി മാറാൻ പറ്റുന്നത് എവിടെയാണ്? ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം, നിശബ്ദമായി, ത്യാഗശീലരായി, വിശ്വാസത്തോടെ, ദൈവത്തെ മാത്രം നോക്കി, അവന്റെ കണ്ണിൽ മാത്രം കാണുന്നതായി, ദൈവത്തിനു വേണ്ടി. കർത്താവ് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. God bless you.